ആന്റോ ആന്റണി എം പി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹം തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താ, പ്രധാനമായിട്ടും NN രാജുവിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം NN രാജു തന്നെ പത്രസമ്മേളനം നടത്തി ഈ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു. 2 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ 20 ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചു കൊടുത്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആന്റോ ആന്റണിയെ സംബന്ധിച്ചുകൊണ്ട് കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്, വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട്, എത്ര രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടില്ല. വാങ്ങിച്ചത് എങ്ങനെയാണ്, പൈസയായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ, അതോ ചെക്കായിട്ടാണോ വാങ്ങിച്ചത്, അക്കൗണ്ടിലാണോ, എങ്ങനെയാണ് വാങ്ങിച്ചത് എന്നും വ്യക്തമാക്കില്ല. ഇതെങ്ങനെയാണ് തിരിച്ചു കൊടുത്തതെന്നും വ്യക്തമാക്കിയില്ല. ഇതെല്ലാം ആന്റോ ആന്റണി വ്യക്തമാക്കേണ്ടിയാണ്. അതിന് പകരം ഞാൻ ഒടുവിലിരിക്കുകയാണെന്ന് പറയുക. ഞാനെല്ലാ ദിവസവും സംഘടനാ പ്രവർത്തനത്തിലാണ്. പിന്നെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രി എവിടൊക്കെയാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് SIT കണ്ടുപിടിക്കട്ടെ. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും കൂട്ടിക്കൊണ്ടുപോയത്, കൂടെ പോയത് ആന്റോ ആന്റണിയും അടൂർ പ്രകാശുമാണ്. വളരെ വ്യക്തമാണ്. ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുമ്പോഴാണ് പറയുന്നത്. ഇതൊന്നും എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ അത് സത്യം തെളിഞ്ഞു തന്നെ വരും. അങ്ങനെ അവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് SIT ആണ് പറഞ്ഞിരിക്കുന്നത്. SIT ആണ് പറഞ്ഞത്. SIT പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. SIT ആണ് അവിടെ സ്വകാര്യ സ്ഥാപനത്തിലുണ്ടെന്ന് പറഞ്ഞത്. അതാ SITയുടെ വാർത്തയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ സ്വകാര്യ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തകർന്ന സ്ഥാപനം എന്ന് പറയുമ്പോൾ നെടുമ്പറമ്പ് ഫിനാൻസ് തന്നെ പോട്ടെ. നെടുമ്പറമ്പിലുമായി ചേർത്ത് വെച്ച് അവിടെ തന്ത്രിയുടെ പണം നെടുമ്പറമ്പിലുണ്ട്. നെടുമ്പറമ്പിൽ പൊട്ടിയപ്പോൾ ആന്റോ നെടുമ്പറമ്പിൽ നിന്ന് 2.5 കോടി രൂപ തന്ത്രിയുടെ പണം വാങ്ങിക്കൊണ്ട് പോയി അങ്ങ് പറഞ്ഞതിനാണ് അതിനെ നിയമപരമായി നേരിടും.